അപ്പൊ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ വീക്ക് പോയിന്റ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ലെവൽ 2. അതിനൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, സ്പീഡും ആക്യുറസിയും ബിൽഡ് ചെയ്യാനായിട്ട് ലെവൽ 2 നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെവൽ 3ലേക്ക് വരുമ്പോൾ അത് അഡ്വാൻസ്ഡ് ലെവൽ 2 കാര്യം കൂടി വരുന്നുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ്. നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എടുക്കണം, അത് സ്കാൻ ചെയ്യണം. അതിന്റെ ഡയമെൻഷൻസും അതും JPG അല്ലെങ്കിൽ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആണ്. ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ഫോട്ടോയുടെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡിക്ലറേഷൻ എഴുതുമ്പോഴുള്ള കാര്യം ശ്രദ്ധിക്കണം. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മളുടെ IBPS RRB നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഈ മാസം 27-ാം തീയതി, അതായത് ജൂൺ 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതില് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, IBPS RRB എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനു മുന്നേ എക്സാം ഒക്കെ വിളിച്ചു അല്ലേ? അപ്പൊ നമ്മളുടെ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നും എങ്ങനെയാണ് നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ? കുറച്ച് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും ഒരു കോച്ചിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കൂടെ എൻട്രി ഉണ്ട്. എൻട്രിയുടെ 2024 ബാങ്ക് ഗോൾഡ് ബാച്ച്, അതായത് IBPS RRB എക്സാംസിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാച്ചുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന് വേണ്ടി മാത്രം, അതായത് ആ എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ ബാച്ചുകൾ വേറെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ബാച്ചുകളും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, 4 ലെവലായിട്ടാണ്. ലെവൽ 1 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലെവൽ 1 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലെവൽ 2 നമുക്ക് സിലബസ് പഠിച്ചു കഴിയുമ്പോൾ റീസണിങ്ങിൽ ഒരു പാർട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, QL ഉണ്ടാവാം, ഇംഗ്ലീഷിലുണ്ടാവാം, GL ഉണ്ടാവാം. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ വീക്ക് പോയിന്റ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ലെവൽ 2. അതിനൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, സ്പീഡും ആക്യുറസിയും ബിൽഡ് ചെയ്യാനായിട്ട് ലെവൽ 2 നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെവൽ 3ലേക്ക് വരുമ്പോൾ അത് അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ആണ്. നമുക്ക് പ്രിലിംസ് മാത്രം ക്ലിയർ ആയാൽ പോരാ, മെയിൻസും ക്ലിയർ ആവണം. അപ്പൊ മെയിൻസിന് വേണ്ടിയുള്ള കോച്ചിങ് ആണ് നമ്മൾ ലെവൽ 3 നൽകുന്നത്. ഇനി ഓഫീസർ പോസ്റ്റുകളിലേക്ക് എല്ലാം, അതായത് അസിസ്റ്റന്റ് മാനേജർ, PO പോസ്റ്റുകളിലേക്ക് എല്ലാം നിങ്ങൾക്ക് ഇന്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്. SBA PO തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അതിന്റെ ട്രെയിനിങ് ആണ് നമ്മൾ ലെവൽ 4 നൽകുന്നത്. ഈ ബാച്ചുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ പഠിച്ചാൽ മാത്രം പോരാ, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കണം. അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ മെറ്റീരിയൽസ്, അതും ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. ഈ ഞാൻ പറഞ്ഞു ലെവൽ 2 ലെവൽ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസുകളാണ്. അതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷനും കൂടി നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ പ്രത്യേകതയാണ്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് റിപ്പോർട്ട് വെച്ചിട്ടാണ് നിങ്ങളെ അനലൈസ് ചെയ്യുന്നത്. പക്ക ആക്യുറേറ്റ് ആയിട്ട്, പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എവിടെയാണോ വീക്ക്, എവിടെയാണ് വീണ് കിടക്കുന്നത്. ആ വീണ് കിടക്കുന്നത് ഉയർന്നു വരാനായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, സെൽഫായിട്ട് വർക്ക് ഇടും. ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇനി വരുന്ന എക്സാമുകളെ കുറിച്ച് അറിയാനൊക്കെ ഇതാ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഹെൽപ്പ് ചെയ്തു തരും. എങ്ങനെയാണ് എക്സാംസ് നടക്കപ്പെടുന്നതെന്നും എക്സാംസിനെ കുറിച്ച് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളുടെ ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന കോഴ്സുകളെ കുറിച്ച് ചോദിക്കാം. ഓൺലൈൻ ബാച്ച് ആയിട്ടാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്, അതിന്റെ ടൈമിങ്സ്, എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നത്. ഈ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ കൗൺസിലിംഗ് ടീം തരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ബിഫോർ അപ്ലൈയിങ് ഓൺലൈൻ എ കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഹാവ് സ്കാൻഡ് ഡിജിറ്റൽ ഇമേജ് ഓഫ്
അതായത് JPG ഫോർമാറ്റിലായിരിക്കണം. അതായത് JPG ഫോർമാറ്റിലായിരിക്കണം എന്താണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്. പാസ്പോർട്ട് സൈസ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇപ്പൊ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, അതേപോലെ എന്താണ് PWD കാൻഡിഡേറ്റ്സിന്റെ സർട്ടിഫിക്കറ്റ്സ്, എന്താണോ നിങ്ങൾ അവിടെ റിസർവേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യണം. അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ജനറലുകാർക്ക് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത്ര കാര്യങ്ങൾ എന്താണ് റെഡി ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. ഇത്ര കാര്യങ്ങൾ റെഡി ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാൻ. കാരണം ഓരോ സ്റ്റെപ്പിനും മുന്നേ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. ഇനി ഫോട്ടോഗ്രാഫ് ഇമേജ്, ഇത് നിങ്ങൾ ഈ സൈസിൽ തന്നെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി എ റീസൺ, അത് നമുക്കറിയാം, അടുത്തടുത്തായിരിക്കണം, കളർ പിക്ചർ ആയിരിക്കണം, അത് ലൈറ്റ് കളേർഡ്. നമുക്ക് സാധാരണ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ്, നിങ്ങൾ വളരെ വിസിബിൾ ആയിട്ട്, അതായത് സ്പെക്സ് വെക്കുന്നവർ സ്പെക്സ് ഊരിയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ എന്താണ് ഫ്ലാഷ് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാപ്പ് കാര്യങ്ങളൊന്നും വെക്കാതെ, ഗ്ലാസ്സുകളൊന്നും വെക്കാതെ, ഒന്നും വെക്കാതെ തന്നെ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുക. റിലീജിയസ് ഹെഡ് വെയർ ഈസ് അലൗഡ് ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് കവർ യുവർ ഫേസ്. നമ്മൾ റിലീജിയസ് ആയിട്ട് മറയ്ക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫേസിനെ കവർ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഫേസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണണം, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ലതാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ എടുക്കാം. സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഈ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ പിന്നെ അവർ അതിൽ തന്നെ റീസൈസ് ചെയ്ത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓൺലൈനിൽ തന്നെ ഫ്രീ ആയിട്ട് റീസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ റീസൈസ് ചെയ്യാം. ഫോട്ടോന്റെ സൈസ് എപ്പോഴും എന്തായിരിക്കണം, 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്യാം, അല്ലെങ്കിൽ പെയിന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഫോട്ടോ അപ്ലോഡഡ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. ഞാൻ പറയാൻ കാരണം, റീസൈസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. റീസൈസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന്റെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറയാം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് അധികം ടൈം കളയാതിരിക്കുക, നമ്മൾക്ക് പഠിക്കാനുള്ള സമയം ഇതിലിരുന്ന് കളയാതിരിക്കുക. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ പോരാ, നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവണം, ഒരു വെബ് ക്യാം യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ക്യാപ്ചറും കൂടിയുണ്ട്. അത് വെബ് ക്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താണ് നമ്മളുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോണിൽ തന്നെ എടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. In addition to above photograph, candidates will also required to capture and upload their photograph either by using webcam. Webcam ആണെങ്കിൽ കുഴപ്പമില്ല, or their mobile phone, രണ്ടും പോസിബിൾ ആണ്. On selecting capture photo option, candidates webcam will be activated, allowing them to take their picture will be auto uploaded in the application form. അതായത് വെബ്ക്യാം ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആവും. ഓൺ സെലക്ടിങ് ക്ലിക്ക് ഹിയർ ടു സ്കാൻ ഓപ്ഷൻ, കാൻഡിഡേറ്റ്സ് ക്യാൻ യൂസ് ദെയർ മൊബൈൽ ഫോൺ ടു സ്കാൻ ദ QR കോഡ് which will redirect to a website allowing to take photograph on their mobile phone. On selecting the picture, photograph will be auto uploaded in the application form. മൊബൈലിലാണെങ്കിലും കുഴപ്പമില്ല, ആ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യാം, അപ്പൊ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും, ഫോട്ടോഗ്രാഫ് എടുക്കുക, നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് വരും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. ഓക്കെ, പക്ഷേ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാത്തത്? ചെയ്യേണ്ട കാര്യങ്ങൾ, എൻഷുർ ദാറ്റ് ദ ഫോട്ടോ ഈസ് ക്യാപ്ചേർഡ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദെയർ ഈസ് അഡിക്വേറ്റ് ലൈറ്റ്. ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ലൈറ്റ് ഉണ്ടായിരിക്കണം. ലുക്ക് സ്ട്രൈറ്റ് അറ്റ് ദ വെബ് ക്യാം. ഇപ്പൊ നിങ്ങൾ ഞാൻ വെബ് ക്യാമിലേക്കാണ് നോക്കുന്നത് അല്ലേ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്നത്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് ചിലവർ ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കും, അതൊന്നും പാടില്ലാന്ന്.
നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ വെബ് ക്യാമിലേക്ക്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലേക്കാണ് നോക്കണമെങ്കിൽ, വെബ് ക്യാം ആണെങ്കിൽ ഇതാണ്, ഇപ്പൊ ഞാൻ വെബ് ക്യാമിലേക്കാണ് നോക്കുന്നത്, ഞാൻ സ്ക്രീനിലേക്കാണ് നോക്കുന്നതെങ്കിൽ അടിയിലേക്കാണ് വരിക അല്ലെ, അടിയിലേക്കാണ് വരിക. അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്റെ വ്യൂ മാറുന്നുണ്ടോ, ഞാൻ സ്ട്രെയിറ്റ് ഇരുന്നിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ അടിയിലേക്ക് നോക്കും, പെർഫെക്റ്റ് ആയിട്ട് ആ സ്ക്രീനിലേക്ക് നോക്കുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലുക്ക് അറ്റ് ദ സ്ട്രെയിറ്റ് ദ വെബ് ക്യാം. ഫോട്ടോഗ്രാഫ് ഷുഡ് ബി എ പാസ്പോർട്ട് സൈസ്. അത് പ്രശ്നമല്ല, നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആ വെബ്സൈറ്റ് എന്തായിരിക്കും, ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വരും. അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫീസ് ക്ലിക്ക്ഡ് ആൻഡ് അപ്ലോഡഡ്, അത് അലോ ചെയ്യില്ല. വെയറിംഗ് കളേർഡ് ഗ്ലാസ്, ഒരിക്കലും ഞാൻ പറഞ്ഞു കണ്ണാടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം. ഷാഡോ ഓൺ ഫേസ് നോട്ട് ഫേസിംഗ് ദ ക്യാമറ, ഡിസ്റ്റോർട്ടഡ് ഫേസ്, ഫേസ് ഓവർ കവേർഡ് വിത്ത് മാസ്ക്, ബ്ലർഡ് ഇമേജ്, ഇതൊന്നും പറ്റുന്ന കാര്യമില്ല. ഡാർക്ക് ആൻഡ് ഇംപ്രോപ്പർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എന്ത് ചെയ്യില്ല, ഡാർക്ക് ആൻഡ് ഇംപ്രോപ്പർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ അലോ ചെയ്യില്ല. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ സിഗ്നേച്ചർ, നമുക്ക് സിഗ്നേച്ചർ എപ്പോഴും ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ ആണ്. എന്താണ്, അപ്ലിക്കന്റ് ഹാസ് ടു സൈൻ ഓൺ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ. ബ്ലാക്ക് ഇങ്ക് പെൻ തന്നെ ആയിരിക്കണം. ഡയമെൻഷൻസ് പിക്സലിൽ തന്നിട്ടുണ്ട്. അത് എത്രയിൽ കൂടാൻ പാടില്ല, 10 KB ക്കും 20 KB ക്കും ഇടയിലായിരിക്കണം. എൻഷുർ ദാറ്റ് ദ സൈസ് ഓഫ് സ്കാൻഡ് ഇമേജ് ഇസ് നോട്ട് മോർ ദാൻ 20 KB. 20 KB ക്ക് മേലെ ആവാൻ പാടില്ല. സിഗ്നേച്ചർ നോട്ട് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. സിഗ്നേച്ചർ എപ്പോഴും സ്മോൾ ലെറ്ററിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്ലോഡഡ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ക്ലിയർലി വിസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്താണ്, ഈ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ അവിടെ സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ഡയമെൻഷനിൽ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടിയും അതിന്റെ കൂടെ ചെയ്യണം, അത് വരുന്നുണ്ട്. ഓക്കെ, ഇനി 2 കാര്യം കൂടി വരുന്നുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ്. നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എടുക്കണം, അത് സ്കാൻ ചെയ്യണം. അതിന്റെ ഡയമെൻഷൻസും അതും JPG അല്ലെങ്കിൽ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആണ്. 240 × 240 പിക്സൽസ് ആണ്. 200 DPI പ്രിഫേർഡ് റിക്വയർ. ക്വാളിറ്റി കുറയാൻ പാടില്ല. ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട് 3 cm 3 cm. അതിന്റെ ഫയൽ സൈസും ഇമ്പോർട്ടന്റ് ആണ്. 20 KB ക്കും 50 KB ക്കും ഇടയിലാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് തമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റൈറ്റ് തമ്പ് യൂസ് ചെയ്യാം. 2 തമ്പും മിസ്സിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഫിംഗേഴ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ദ ഇംപ്രഷൻ ഓഫ് വൺ ഓഫ് ദി ഫിംഗേഴ്സ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി forefinger ഷുഡ് ബി ടേക്കൺ. ഇഫ് there are no fingers on the left hand, the impression of one of the fingers of the right hand starting from the forefinger should be taken. അല്ലെങ്കിൽ no fingers are available, impression of toe may be taken. toe ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. In all such cases, left thumb impression is not uploaded. The candidate should specify uploaded document name. അപ്പോൾ നിങ്ങൾ ആ ഡോക്യുമെന്റ് നെയിം അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എന്ത് സ്പെസിഫൈ ചെയ്യാം, ലെഫ്റ്റ് ഓർ റൈറ്റ് ഹാൻഡ് ഓർ toe എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാം. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന PDF-കളുടെ പേരൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ എന്താണ് വേറെ ക്യാരക്ടറുകൾ യൂസ് ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ട് സൈൻ ആണെങ്കിൽ സൈൻ എന്ന് കൊടുക്കാം, അങ്ങനെ കൊടുക്കുക. ചിലപ്പോൾ ആ പേര് മാറുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് എറർ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നല്ല നെയിമുകൾ, ഇപ്പോൾ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോഗ്രാഫ് എന്ന് കൊടുക്കാം, സൈൻ ആണെങ്കിൽ സൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു അപ്ലോഡ് എന്താണ് ആ നെയിം നോട്ട് സ്പേസ് എന്നൊക്കെ പറഞ്ഞ് എന്തോ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നെയിം ജസ്റ്റ് മാറിയിട്ട് എന്തെങ്കിലും നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യും. അത് വേറെ ടെൻഷനുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പൊ നെയിമിനായിരിക്കും ചിലപ്പോൾ എറർ കാണിക്കുക. സൈസ് ഉണ്ടെങ്കിൽ അവർ സൈസ് കാണിക്കും, അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെയിമിന് എറർ കാണിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ആ അപ്ലോഡ് ചെയ്യുന്ന സൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് ചിലപ്പോൾ ഒരു എറർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിക്കോളും. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് റിട്ടൺ എഴുതണം, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം. ദ അപ്ലിക്കന്റ് ഹാസ് ടു ബി ഡിക്ലറേഷൻ ഇംഗ്ലീഷ് ഓൺലി ക്ലിയർലി ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ആണ്. സൈസിലൊക്കെ വേരിയേഷൻ ഉണ്ട്, അതൊക്കെ നോക്കുക. 50 KB 100 KB ക്ക് ഇടയിലാണ്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പാടില്ല. നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട്, അത് തന്നെ നമ്മൾ എഴുതണം. ദ ടെക്സ്റ്റ് ഫോർ ദി ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഈസ് ഫോളോസ്. I, എൻ്റെ പേരാണെങ്കിൽ വൈശാഖ് മാധവൻ T, hereby declare that all the information submitted by me in the application form is correct, true and valid. I will be present the supporting documents as and when required. ഇത് നിങ്ങൾ ഒരു വൈറ്റില് ബ്ലാക്കിൽ എഴുതുക, ഇതേപോലെ തന്നെ എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതാതെ എഴുതിയിട്ട് അത് സ്കാൻ ചെയ്യുക, നേരത്തെ ഡയമെൻഷനിൽ കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് ഫോട്ടോ വേണം, ഫോട്ടോ ക്യാപ്ചറിനുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് നമ്മളുടെ വെബ് ക്യാം അല്ലെങ്കിൽ ഫോൺ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു.
ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്. ഞാൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് മസ്റ്റ് ബി ഇൻ PDF ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. A4 സൈസ് ആയിരിക്കണം. 500 KB കൂടാൻ പാടില്ല. സൈസ് ഓഫ് ദി ഫയൽ ഷുഡ് നോട്ട് ബി എക്സീഡഡ് 500 KB. ഓക്കെ, സൈസ് ഓഫ് ദി ഫയൽ ഷുഡ് നോട്ട് ബി എക്സീഡഡ് 500 KB. അപ്പോ in case of the document being scanned, please ensure it is saved as PDF and size not more than 500 KB. PDF, if the size of the file is not more than 500 KB, then adjust the setting of the scanner such that DPI resolution, number of colors, etc. During the process of scanning, please ensure that documents uploaded are clear and readable. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 500 KB താഴാൻ പാടില്ല. 500 KB കൂടാൻ പാടില്ല. അങ്ങനെയല്ലേ, 500 KB താഴാനല്ല, കൂടാൻ പാടില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? ക്ലാരിറ്റിയിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങളത് നന്നായിട്ട് അറിയുന്ന ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു, നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് പോകുന്നത്? IBPS RRBയുടെ സൈറ്റിൽ പോവാം. എന്താണ് IBPS RRB അപ്ലൈ ഓൺലൈനിൽ അടിച്ചു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. IBPSന്റെ RRBയുടെ സൈറ്റിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് IBPS RRB PO അപ്ലൈ എന്ന് നമുക്ക് കൊടുക്കാം. PO അപ്ലൈ എന്ന് നമുക്ക് കൊടുക്കാം. IBPS RRB PO അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് കോമൺ റിക്രൂട്ട്മെന്റ് അപ്ലൈ ഓൺലൈൻ കൊടുത്തു. അതിലിതാ റിക്രൂട്ട്മെന്റ്സിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് ആണ് മൾട്ടിപർപ്പസ്. അതിനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഓഫീസർ സ്കെയിൽ 1 and 2 അണ്ടർ ഈ ഒരു ഇതിലേക്ക് നമുക്ക് വരും അല്ലെ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ്. അടുത്ത എന്താണ്, നമ്മൾ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് നെയിം, നിങ്ങളുടെ പേര്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ നെയിം, അത് കൺഫേം ചെയ്തു, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതൊക്കെ കൊടുത്ത് ഫുൾ നെയിമോട് വരും. ഫോൺ നമ്പർ കൊടുക്കാം, ഒരു നമ്പർ മതി. ഇമെയിൽ ID കൊടുക്കുക, കൺഫേം ഇമെയിൽ ID കൊടുക്കാം. സെക്യൂരിറ്റി കോഡ് കൊടുക്കാം. സെക്യൂരിറ്റി കോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പൊ ഓൾറെഡി ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്ത് എൻ്റെ ഒരു ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP കാര്യങ്ങളും, OTP അല്ല, നമ്മളുടെ ഒരു എന്താണ് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ മെസ്സേജ് ആയിട്ടും മെയിൽ ആയിട്ടും വരും. അപ്പൊ നമുക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് കൊടുത്തു, വൈശാഖ് മാധവൻ T, ഫോൺ നമ്പർ, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് എന്ത് തരും, ഇതേപോലെ ഒരു ലോഗോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിൻഡോയില് എന്ത് വരും, എൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരും. അപ്പൊ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ ബേസിക് ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുത്ത് ഒരു സെക്യൂരിറ്റി കോഡ് അടിച്ച് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സേവ് നെക്സ്റ്റ് അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോയിലേക്കാണ് വരിക. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. ഞാൻ ഓൾറെഡി ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി കാൻഡിഡേറ്റ്, ചൂസ് ഫയൽ കൊടുക്കുക. നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ഇമേജ് വന്നു. ദെൻ ഞാൻ ഇവിടെ ക്യാപ്ചർ ഫോട്ടോ കൊടുത്തു. ക്യാപ്ചർ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിൻഡോ ഓപ്പൺ ആവും. വിൻഡോ ഓപ്പൺ ആയിട്ട് എന്ത് വരും, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കറക്റ്റ് നിങ്ങൾ എന്തിൽ ഫേസ് ചെയ്യാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, വെബ് ക്യാമിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ക്യാപ്ചർ ഇമേജ് എടുക്കുക. അത് വെബ് ക്യാം അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഇനി ഫോണിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ക്ലിക്ക് ഹിയർ ടു സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുക്കുമ്പോൾ ഒരു QR വരും. ആ QR നിങ്ങൾ എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ആവും. ഓക്കെ, അത് കഴിഞ്ഞ് ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ വാലിഡ് ഫോട്ടോ ആൻഡ് ഓൾസോ എഗ്രി അബോവ് മെൻഷൻ നോട്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ സിഗ്നേച്ചർ ചൂസ് ചെയ്യാം, അത് അപ്ലോഡ് ആവും. ഐ കൺഫേം കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം.
ഓക്കെ, അടുത്തതില് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ജനറൽ കൊടുക്കാം. ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി 40% ആൻഡ് അബോവ്. ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ഓഫ് ഡിസേബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പൊ ഇതൊന്നും നമുക്ക് വരില്ല. ദെൻ ഇതൊക്കെ PW ഡിസേബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്, അതൊന്നും നമ്മളിപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിസേബിലിറ്റി ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആർ എ പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് ഡിസേബിലിറ്റി കവേർഡ് അണ്ടർ, നമുക്കില്ല, നോ കൊടുത്തു. ഇവിടെ നമുക്കതില്ലാത്തതുകൊണ്ട് എന്തിന്റെ ആവശ്യമില്ല, അത് കൊടുക്കേണ്ട. ഡിസേബിലിറ്റി ഉള്ളവര് അത് ഫില്ല് ചെയ്ത് പോകണം കേട്ടോ. ഇനി നമുക്ക് വരണത് എവിടെയാണ്, ആർ യു എ ചൈൽഡ് ഓഫ് ഫാമിലി മെമ്പർ ദോസ് ഹു ഡൈഡ്, ഇല്ല, നോവാണ്. 1984 റൈറ്റ്സിൽ റിലിജിയൻസ് വിച്ച് ടു ബിലോങ്, ഞാൻ ഏതാണ് റിലീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ, ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. എക്സ് സർവീസ്മെൻ ആണോ, നോ. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക്, എക്സ് സർവീസ്മെൻ ഇന്ത്യയാണ്. നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. മുന്നേ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ എത്ര വട്ടമാണെന്ന് ഇവിടെ കൊടുത്താൽ മതി, വെറുതെ കൊടുക്കാം. ഇനി ഞാൻ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത്, കേരളമാണെങ്കിൽ കേരള. ഓക്കെ, ഇനി പ്രിലിമിനറി എക്സാം എഴുതുന്നത് തൃശ്ശൂരാണ്, സെന്റർ മെയിൻസ് കൊച്ചി കൊടുത്തു. കേരളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് വരിക. ഹിന്ദി സെലക്ട് ചെയ്യേണ്ട, ഇംഗ്ലീഷ് ആൻഡ് മലയാളം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന മീഡിയം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റുകൾ ചൂസ് ചെയ്യാം. ഓക്കെ, ID പ്രൂഫ് ഞാൻ ആധാർ ആണ് കൊടുത്തിരിക്കുന്നത്, ആധാർ നമ്പർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. പാൻ കാർഡ് മാൻഡേറ്ററി അല്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രദറോ സിസ്റ്ററോ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്കാം ഒക്കെ നടക്കുമ്പോൾ വരുന്നതുകൊണ്ടാണ്, ആൾമാറാട്ടൊക്കെ തടയാനായിട്ട്. യെസ് ഉണ്ടെങ്കിൽ യെസ്, നോ. ഓക്കെ, യെസ് ആണെങ്കിൽ അത് കുറച്ച് കാര്യങ്ങൾ വേറെ ചോദിക്കും, അപ്പൊ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ എന്താണ്, ടിൻ ബ്രദറിന്റെ കാര്യമാണ്, അത് വിട്ടേക്ക്. നെയിം ഓഫ് ദ ടിൻ അത് നമുക്ക് ആവശ്യമില്ല. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കാര്യമാണ്. അത് അല്ലാണ്ട് വിഡോവർ, ഡൈവോഴ്സ്ഡ്, ജുഡീഷ്യലി സെപ്പറേറ്റഡ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ അഡ്രസ്സ് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സെയിം ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്സ് വേറെ ആണെങ്കിൽ അത് കൊടുക്കാം. ദെൻ നമ്മൾ എമൗണ്ട് കാര്യങ്ങൾ 880 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്, അതിവിടെ വന്നിട്ടുണ്ട്. ഞാൻ PO ആണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ, എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോവാ. ഓക്കെ, അത് കറക്റ്റ് ചെയ്ത് പോവാ. ഇപ്പൊ ഞാനിവിടെ ഒരു ആധാറിൽ ഒരു നമ്പർ കുറവാണ് അടിച്ചിരിക്കുന്നത്. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ 1 more എറർ ഫൗണ്ട്, കണ്ടോ ഇവിടെ 12 ലെറ്റർ എന്തായാലും വേണം. അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ദെൻ വാലിഡേറ്റ് കൊടുത്തു, ഓക്കെ ആണ്. സേവ് നെക്സ്റ്റിലേക്ക് പോയി. സേവ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ആണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, എന്താണോ ക്വാളിഫിക്കേഷൻ ആ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ്, എന്നാണോ പാസ്സായി, അതായത് ഡേറ്റ് ഓഫ് പാസിംഗ് ആണ്. ഡേറ്റ് ഓഫ് പാസിംഗ് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എന്നാണോ ഡേറ്റ് ഉള്ളത് അതാണ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിസൾട്ട് വന്നത് ഏത് മാസമാണെന്ന് വെച്ചാൽ അതാണ് വരിക. നിങ്ങൾക്ക് എന്നാണോ റിസൾട്ട് ഔട്ട് ആയിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്നാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് പാസിംഗ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നല്ല. അപ്പൊ നിങ്ങൾ പാസ്സായി, നിങ്ങൾ റിസൾട്ട് വന്നത് ഓക്കെയാണ്. നിങ്ങൾ എന്നാണോ റിസൾട്ട് വന്നിരിക്കുന്നത്, ഇപ്പൊ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ അവർ പറഞ്ഞ പീരീഡിനുള്ളിൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യാം. ഇനി നമ്മളുടെ അടുത്ത് ഇവിടെ ലാംഗ്വേജ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ കേരളത്തിലാവുമ്പോൾ മലയാളമാണ് വരിക. അപ്പൊ എസ് കൊടുക്കുക. വെദർ ലോക്കൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് വാസ് സ്റ്റഡിഡ് ഇൻ സ്റ്റാൻഡേർഡ് 8 or എനി ലെവൽ എബോവ് 8. അപ്പോൾ നമ്മളുടെ റെക്കഗ്നൈസ്ഡ് ബോർഡ്സ് അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളത് യെസ് കൊടുക്കുക. അപ്പൊ കേരളത്തില് മലയാളം മാത്രമേ ഉള്ളൂ. ആ മലയാളം സെലക്ട് ചെയ്ത് ഇടണം. മലയാളം സെലക്ട് ചെയ്യാൻ വിടരുത്. സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ സെലക്ട് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല, അവർ കാണിക്കും. ലാസ്റ്റ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ എറർ കാണിക്കും. അപ്പൊ സെലക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ നോളേജ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് മോർ, റിമൂവ് ഒക്കെ കൊടുക്കാം. അതിവിടെ കൊടുക്കാം. നോ ആണെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നമ്മളുടെ ഇതാണ് നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കാം. ഓക്കെ, പ്രീ എക്സാം ട്രെയിനിങ് ആണ്.
അതുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ലാംഗ്വേജ് നോൺ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്തായാലും. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ, കർണാടകയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കന്നഡ കൊടുക്കാൻ മറക്കരുത്, കേരളത്തിലാണെങ്കിൽ മലയാളം കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. വാലിഡേറ്റ് കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കൂ. ഓക്കെ കൊടുത്തു. ദെൻ നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുത്തു. സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലാകെ ഒരു ബാങ്കേ ഉള്ളൂ, കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്തു, കേരള ഗ്രാമീൺ ബാങ്ക് ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് എന്താണ് അടുത്തതിലേക്ക് പോവാണ്. കേരള ഗ്രാമീൺ ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. വാലിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ചെക്ക് ചെയ്ത് നോക്കാനാണ്. സേവ് നെക്സ്റ്റ് കൊടുത്തു. അപ്പൊ എനിക്ക് പ്രിവ്യൂ വന്നു. പ്രിവ്യൂ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ആ പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാണ്. എൻ്റെ പേര് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ആധാർ നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടിയിലേക്ക് അപ്ലൈ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഐ അഗ്രി, ഐ കൺഫേം എല്ലാം ഞാൻ കൊടുത്തു. ഓക്കെ. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക് ചെയ്യാം. അപ്പൊ ഈ പോർഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ബാക്കിലേക്ക് പോവാം. എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ റീ അപ്ലോഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ സൈനും വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു ഇതിലേക്കാണ് പോവുക. നെക്സ്റ്റ് എന്തിലേക്കാണ് പോവുക, ഇതിലേക്കാണ്. അപ്പൊ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ആയി. നമ്മളുടെ എന്താണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ നമ്മളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചൂസ് ചെയ്യാം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സെക്യൂരിറ്റി കോഡ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് നെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് പേയ്മെന്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഞാനിവിടെ അതിലേക്ക് പോകുന്നില്ല, പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഡയമെൻഷൻസിലും കാര്യങ്ങളിലും നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും നമ്മളുടെ ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് അതായത് ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്, നേരെ സേവ് നെക്സ്റ്റ് കൊടുത്താൽ പേയ്മെന്റിലേക്കാണ്. പേയ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓൺലൈനായിട്ട് UPI വഴിയൊക്കെ ചെയ്യാൻ പറ്റും. പേയ്മെന്റും നിങ്ങൾ കഴിഞ്ഞോട് കൂടിയേ നിങ്ങളുടെ എന്ത് ചെയ്യുള്ളൂ, അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ ബേസിക് ഇൻഫർമേഷൻസ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ എടുത്ത് അപ്ലോഡ്സ് എടുത്ത് അപ്ലോഡിൽ ആണ് ലാസ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുക. അതുകൊണ്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ എന്ത് സബ്മിറ്റ് ആവുള്ളൂ, ഇത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫോട്ടോയുടെ കാര്യങ്ങൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ഫോട്ടോയുടെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡിക്ലറേഷൻ എഴുതുമ്പോഴുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളുടെ വിൻഡോ ആണ് ഞാൻ കണ്ടത്. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തതിന് സേവ് നെക്സ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ചെയ്താലാണ് നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. ഫൈനല് എന്ത് ചെയ്യണം, നമ്മളുടെ പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ എന്ത് ചെയ്യാം, ഫൈനൽ ആയിട്ട് നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുള്ളൂ. അതല്ലാതെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, നമുക്ക് ഹോൾ ടിക്കറ്റോ കാര്യങ്ങളൊന്നും വരില്ല, റിജക്ഷൻ ആയിരിക്കും. പേയ്മെന്റ് ചെയ്താൽ മാത്രമാണ് ഫൈനൽ സബ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്യാം. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഡോക്യുമെന്റ്സ് നമ്മൾ ആ സൈസിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ക്ലാരിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ചെയ്യണം. അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ക്ലാരിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ നല്ല വൃത്തിക്ക് അത് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഓക്കെ. അപ്പൊ ഒട്ടും സമയം കളയാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.